ശ്രീ സേനാപതി വേണു, ഇവിടെ വലിയ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിൽ. കാരണം നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 250 സീറ്റുകളിൽ മാത്രം മത്സരിക്കുക. കഴിഞ്ഞ തവണ 421 നിന്ന് ഒരുപാട് താഴേക്ക് ഇറങ്ങി വരികയാണ് കോൺഗ്രസ്. പക്ഷേ അപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ സമാജ്വാദി പാർട്ടി പോലെയുള്ള ജെ ഡി യു പോലെയുള്ള ബംഗാളിൽ മമതാ ബാനർജിയെ പോലെയുള്ള ആളുകൾ കോൺഗ്രസിനെ വല്ലാതെ തരം താഴ്ത്തുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം 15 സീറ്റുകളിൽ ബീഹാറിൽ നൽകാം എന്ന് ഉള്ള നിലപാട് ആ ഭാഗത്ത് ഉണ്ടാകുന്നു. അവർ തന്നെ ഏകപക്ഷീയമായ യോഗം ചേർന്ന് ആ നിലപാടെടുക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. ബീഹാറിൽ 10 സീറ്റ് കഴിഞ്ഞ തവണ 9 മത്സരിച്ചു. ഇത്തവണ ആ തരത്തിൽ ഉള്ള ചില വിട്ടുവീഴ്ചകളിലേക്ക് കോൺഗ്രസ് പോകേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് 2 സീറ്റിൽ മാത്രം തൃണമൂലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ബംഗാളിൽ മത്സരിച്ചാൽ മതി. മറുവശത്ത് യുപിയിലും സമാജ്വാദി പാർട്ടി ചില കടുംപിടുത്തങ്ങൾ പിടിക്കുന്നു. കോൺഗ്രസ് ഇത്ര വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടും എന്തുകൊണ്ടാണ് ഈ കക്ഷികൾ കോൺഗ്രസിനോട് യോജിച്ച് അത്തരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും ഒരു സഖ്യമായി മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യാത്തത്? അതെന്തിന്റെ സൂചനയായി കാണണം? ഇന്ത്യ മുന്നണിയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന കല്ലുകടികൾ അത് വീണ്ടും വർദ്ധിക്കുന്ന പശ്ചാത്തലമാണോ? ഇങ്ങോട്ടുള്ള ശബ്ദം ഒരല്പം കുറവുണ്ട്. ഇതിന്റെ ഓഡിയോയുടെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊന്ന് പരിശോധിക്കണം. ഞാൻ മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, എന്തുകൊണ്ട് ഈ ഘടകകക്ഷികൾ, അതായത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി വരുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അവർക്കും പരമാവധി സീറ്റുകൾ ഇതിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിനോടാണ് ആ വിലപേശൽ നടക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രതിസന്ധി അത് പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒരു 4-5 സംസ്ഥാനങ്ങൾ. 1 ഉത്തർപ്രദേശ്, 2 ഡൽഹി, 3 പഞ്ചാബ്, 4 പശ്ചിമ ബംഗാൾ, 5 ബീഹാർ. ഈ 5 സംസ്ഥാനങ്ങളിലാണ് ഈ വിലപേശൽ വളരെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. കാരണം ഈ 5 സംസ്ഥാനങ്ങളിലും നിൽക്കുന്ന കക്ഷികൾ അവർക്ക് മാത്രം ജയിച്ചാൽ മതി, അവർക്ക് ജയിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് അവർ വിചാരിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങ് സൂചിപ്പിച്ച ബീഹാറിലെ സ്ഥിതിവിശേഷം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 9 സീറ്റിലാണ് ബീഹാറിൽ മത്സരിച്ച്. ഞങ്ങൾ 10 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ സംതൃപ്തരാണ്. പക്ഷെ ഞങ്ങൾക്ക് 5 തരുവുള്ളൂ എന്നുള്ളൊരു നിലയിലേക്ക് പോയിരിക്കുകയാണ്. അവര് RJയും JDUവും കൂടെ ചേർന്ന് 16 32 ഞങ്ങൾക്ക് 16 അത് തന്നെ അതും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് കൊടുക്കാവുന്ന 3 സീറ്റുകളും ഞങ്ങൾക്ക് 5 സീറ്റ് മാത്രമാണ് അവർ തരുന്നത്. അപ്പോ ഞങ്ങൾക്ക് 5, ഇടതുപക്ഷത്തിന് 3, 5, 3, 8, 16, 2, 32 അങ്ങനെ 32 സീറ്റും അവര് എടുക്കാം എന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ നിതീഷിന്റെ ഭാഗത്തുനിന്നും തേജസ്വി യാദവിന്റെ ഭാഗത്തുനിന്നും അവരങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയെന്നാണ് പുറത്തോട്ട് പറയുന്നത്. അപ്പോ ഞങ്ങൾക്ക് അവിടെ 10 സീറ്റ് കിട്ടിയാൽ, ഇനി 10 കിട്ടിയില്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 9 മത്സരിച്ച് ഞങ്ങൾ 8 സീറ്റിലാണെങ്കിൽ ഞങ്ങൾ അവിടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ വിട്ടുവീഴ്ച ഒട്ടും പറ്റാത്ത ഒരു സംസ്ഥാനമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്താ പറയുക, പശ്ചിമ ബംഗാളാണ്. 2 സീറ്റാണ് ഇപ്പൊ നിലവിൽ ഞങ്ങൾക്കുള്ള MP-മാരുടെ ആ സീറ്റുകൾ മാത്രം തന്നുകൊണ്ട് ഞങ്ങളെ 2 സീറ്റിൽ മാത്രം ഒതുക്കാം എന്നുള്ള ഒരു നിലയിലേക്കാണ് പശ്ചിമ ബംഗാളിൽ കുമാരി മമതാ ബാനർജി ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചയിൽ പറയുന്നത്. അവിടെ അത് പോരാ, ഞങ്ങൾക്ക് ഏതായാലും സ്വാഭാവികമായിട്ട് അവിടെ ഒരു 10 സീറ്റെങ്കിലും ലഭിക്കേണ്ടത് ഞങ്ങളുടെ ഒരു നിലനിൽപ്പ്, ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പോ ഇപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, ചർച്ചയിലേക്ക് വന്നിട്ടേ ഉള്ളൂ. പരമാവധി സീറ്റുകളുടെ കാര്യത്തിൽ ഈ കക്ഷികളൊക്കെ ഇങ്ങനെ വിലപേശൽ നടത്തുന്നു. ഇപ്പൊ ഡൽഹിയിലാണെങ്കിൽ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും വിചാരിക്കുന്നത് മുഴുവൻ സീറ്റുകളും അവർക്ക് വിജയിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു സഹായമില്ലാതെ അവർക്ക് അവിടെ ജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ന്യായമായ ഒരു സീറ്റ് വിട്ടുവീഴ്ച അവിടെയും തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സീറ്റ് വിഭജനം സുഗമമായിട്ട് നടക്കും. ഇപ്പൊ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന കക്ഷിയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഇപ്പോഴത്തെയും പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് ഞങ്ങളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി. അപ്പോ ഞങ്ങൾക്ക് അർഹമായ ഒരു ഷെയർ അവിടെ നൽകാതെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. പിന്നെ ഏറ്റവും പ്രതിസന്ധി ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശാണ്. പഞ്ചാബിൽ ആം ആദ്മിയുമായി സഖ്യം വേണ്ട എന്ന് പറഞ്ഞത് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം തന്നെയാണ്. അതൊരു ആത്മഹത്യാപരമായ സഖ്യമായിരിക്കും എന്നുള്ള തരത്തിലാണ് അവിടെ നിലപാട് അറിയിച്ചത്. കാരണം നമ്മളിപ്പോ ഇവിടെ വലിയ ബദ്ധവൈരികളാണ് അവിടെ കോൺഗ്രസും ആം ആദ്മിയും. മഞ്ജുഷ, അതിന്റെ ഒരു കാരണം ഫക്രുദ്ദീൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് അലയൻസിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് ഒരു സമീപകാലം, അതായത് അടുത്തൊരു 10-25 കൊല്ലക്കാലത്തേക്ക് സാധ്യമായ ഒരു കാര്യമല്ല. പിന്നീട് ഇപ്പം നമ്മുടെ ഒരു ജനറേഷൻ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയെന്ന് നമുക്കത് പിന്നീട് പിന്നെ അടുത്ത ജനറേഷൻ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. അപ്പം അടുത്ത ഒരു 1/4 നൂറ്റാണ്ട് കാലത്തേക്ക് കേരളത്തിൽ ഇടതുപക്ഷവും അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കുക എന്നുള്ളത് അസംഭവ്യമായ ഒരു കാര്യമാണ്. അത് തന്നെയാണ് പഞ്ചാബും അതുപോലെ തന്നെ ഡൽഹി പോലുള്ള സംസ്ഥാനത്ത് അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളുടെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട്
യോജിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ BJP അകാലിദൾ സഖ്യത്തിന് പഞ്ചാബിലും അതുപോലെ തന്നെ ഡൽഹിയിൽ BJPക്കും ഗുണം ലഭിക്കുമോ എന്നുള്ള ഒരു 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 എന്താ പറഞ്ഞ ഒരു പ്രതിസന്ധി ഉണ്ട്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം അങ്ങയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാം. അതായത് ജമ്മു ആൻഡ് കശ്മീരിൽ ഞങ്ങളും നാഷണൽ കോൺഫറൻസും തമ്മിൽ എന്താ പറഞ്ഞ വളരെ നേർക്ക് നേർ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തീവ്രവാദികളും മറ്റു പാർട്ടികളുടെ ഒക്കെ ഒരു വരവോടുകൂടി കോൺഗ്രസും നാഷണൽ കോൺഫറൻസും കൂടെ ഒരു സഖ്യത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടു കൂട്ടരും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും അപ്പുറത്തുള്ളവർ വലിയ രീതിയിൽ വളരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ എല്ലാ കാലഘട്ടത്തിലും ശത്രുക്കളായിട്ട് നിൽക്കുന്നവർ ആ ശത്രുതയിൽ നിന്നില്ല എങ്കിൽ അത് ജമ്മു ആൻഡ് കശ്മീർ നമുക്കൊരു അനുഭവമാണ്. ആ അനുഭവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുന്നു, നമ്മൾ വിചാരിക്കാത്ത ആളുകൾ ശത്രുപക്ഷം വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് പഞ്ചാബിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഡൽഹിയെ സംബന്ധിച്ചും അവിടുത്തെ പ്രാദേശിക ഘടകത്തിന്റെ വികാരം കൂടി പരിഗണിച്ചേ മതിയാവും. പക്ഷേ അവിടെയും ഞാൻ വിചാരിക്കുന്നത് ഈ 2024 തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുമോ നാളെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള സ്ഥിതിവിശേഷത്തിൽ നിൽക്കുക. സിസോഡിയ ജയിലിലാണ്. അപ്പോ അവർക്കും നിലനിൽപ്പിന്റെ ഒരു പ്രതിസന്ധിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 67 മത്സരിച്ചു. ഇവിടെ ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ ഞങ്ങൾ ശൂന്യതയിലേക്ക് പോയി. പക്ഷെ ഞങ്ങൾ 22 എണ്ണത്തിൽ ജയിച്ചതാണ്. അതിന് മുമ്പത്തെ അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 22 എണ്ണത്തിൽ ജയിച്ചതാണ്. അവിടെയും ഇപ്പൊ അവര് പറയുന്നത് 65 സീറ്റിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 37ഉം 36ഉം സമാജ്വാദി പാർട്ടിയും ബഹുജൻ പാർട്ടിയും ഞാൻ മനസ്സിലാക്കുന്നത് 36, 37 മത്സരിച്ച, ഞങ്ങൾ 67 മത്സരിച്ചു. പക്ഷെ ആർക്കും കാര്യമായ ഗുണം കിട്ടിയില്ല. 80 സീറ്റിൽ ഏതാണ്ട് 80-നടുത്ത് തന്നെ BJPക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പൊ അവർക്കും അറിയാം വിട്ടുവീഴ്ചകൾ ചെയ്തു. ഈ 3 പാർട്ടികളും ഒന്നിച്ചു നിന്നുവെങ്കിൽ മാത്രമേ ഉത്തർപ്രദേശിൽ മുന്നേറാൻ കഴിയൂ എന്ന് അവർക്കും അറിയാം. അപ്പോ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിലപേശൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവർക്ക് പരമാവധി സീറ്റുകൾ കരസ്ഥമാക്കാനും അല്ലെങ്കിൽ പരമാവധി അവരുടെ ശക്തി പ്രകടിപ്പിക്കാനുമാണ്. ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു, ഞങ്ങളിപ്പോ 414, 421 നിന്ന് ഞങ്ങൾ 255 ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾ ഒരു ഫോർമുല പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിജയിച്ചതും ഞങ്ങൾ 2ാം സ്ഥാനത്തുമായിട്ട് വന്നിട്ടുള്ളതായ സീറ്റുകൾ അതായിരിക്കണം അതിന്റെ ഒരു പരിഗണനാ വിഷയമായിട്ട് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുക. അപ്പൊ ഞങ്ങൾ പ്രധാനപ്പെട്ട കാര്യം